ഭാഗമതി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇറ്റാർസിലാണ്. ഇറ്റാർസിൽ നിന്ന് നമ്മൾ നേരെ മൈസൂരിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇറ്റാർസിൽ നിന്നുള്ള ഭാഗമതി എക്സ്പ്രസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ തുടങ്ങിയപ്പോൾ കോസ്റ്റ്യൂം മാറി വന്നു ഗൈസ്. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം മാറ്റം? ഡയറക്ടർ ബ്രില്യൻസ്. അപ്പോൾ ഇനി ഇറ്റാർസ് ചെയ്യേണ്ടി ഈ വണ്ടിക്ക് കുറേ സ്റ്റോപ്പൊക്കെ ഉണ്ട്. അജിനി WP7 ആയിട്ട് ഏതോ ഒരു വണ്ടി കണ്ട് വരുന്നുണ്ട്. കണ്ടോ, മഹാനഗരി എക്സ്പ്രസ്. മുംബൈ CSMT വാരണാസിക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ, മഹാനഗരി എക്സ്പ്രസ്. ഈ വണ്ടി നേരെ വാരണാസിക്ക് പോകും. നമ്മൾ വൈകുന്നേരം നാഗ്പൂരെത്തും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഈ നാഗ്പൂര്, പിന്നെ അവിടെ നിന്ന് വിജയവാഡ, പെരമ്പൂർ വഴിയാണ് നമ്മുടെ വണ്ടി മൈസൂർക്ക് പോകുന്നത്. ഈ മഹാനഗരി എക്സ്പ്രസ് മിക്കവാറും നമ്മൾ പോകുന്ന റൂട്ട് തന്നെയായിരിക്കും പോകുന്നത് കേട്ടോ. ഇറ്റാർസി നമ്മൾ പുറപ്പെട്ടത് 6 മിനിറ്റ് ഡിലേ ആയിട്ടാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് നടന്നത് ഗോരഡൊങ്കുരി എന്നൊരു സ്റ്റേഷനിലാണ്. ഉച്ചക്കത്തെ ഭക്ഷണം ഞാനൊരു താലി പറഞ്ഞു ഇവിടെ നിന്ന് ഇറ്റാർസിന്, അപ്പോൾ അത് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം. ഇതിനകത്ത് ഉച്ചയ്ക്ക് അവർ ഞാൻ വാഷ്റൂമിലായിരുന്നപ്പോൾ എന്തെന്നു ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വന്നതും എന്തോ കൊണ്ടുവന്നുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു തോന്നുന്നു. ഇതിനകത്ത് കഴിക്കുന്നൊരു തൃപ്തിയില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചത്. അപ്പോൾ ഈ താലിയുടെ കൂടെ ഉള്ളത് ഇത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. പിന്നെ ചപ്പാത്തിയുടെ കഴിക്കാനൊരു പനീർ കറി, ഗുലാബ് ജാമുൻ, സാലഡ്, ദാൽ കറി, ഇത് വേറെന്തോ കറി, ചോറ്, ഇത്ര ഐറ്റംസാണ്. പിന്നെ ഒരു മാംഗോ പിക്കിളും ഉണ്ട്. പിന്നെ ഫുൾ ഇതേപോലെ കുറച്ച് ഗാർഡ് സെക്ഷൻ പോലത്തെ വഴിയാണ്. നമുക്ക് അവിടെ ഇവിടെ ഇതേപോലെ കുറേ മലകളൊക്കെ കാണാൻ പറ്റും. മലയുടെ ഇടയ്ക്കൂടെ ട്രാക്ക് പോകുന്നത് കാണാൻ പറ്റും. നമ്മളെ എവിടെയോ സിഗ്നൽ കെട്ടി പിടിക്കാൻ പോകാൻ തോന്നുന്നു. പയ്യെ പോകുന്നേ. ഇതുണ്ടോ പഴയ പാലം, അതിലേക്ക് നല്ല പഴക്കമുള്ളൊരു പാലമുണ്ട്. ഇവിടെ ഈ സാമാനം കിടക്കുന്നത്, അതാണ് ഈ ഉരുട്ടി വന്നത്. ഈ നടക്ക് പിടിച്ചിടുമ്പോഴാണ് നമ്മൾ ഈ ലൂപ്പിൽ കൂടെ കയറി പോകുന്നത്. സ്ഥിരം പരിപാടിയല്ലേ, എപ്പോഴും നമ്മൾ കാണുന്നതാണ്. രത്ലം ഷെഡിന്റെ 2 WG5 ലോക്കോസ് ആണ് ഈ ഒരു ബുക്സിനെ വലിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള നല്ല ഉള്ളിലായിട്ടുള്ള ഒരു സ്റ്റേഷൻ. നോക്കി, ഫുള്ള് അതിൻ്റെ ആ സ്റ്റേഷന്റെ പുറത്ത് ഇതേപോലെ മലകളും ജനവാസ മേഖലയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. വീടോ അങ്ങനെ ഒന്നും കാണുന്നൊന്നുമില്ല. ധാരാക്കോവൻ എന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേ. ഇവിടെ താഴെ കണ്ടോ ഫുള്ള് ഇതേപോലെ കച്ചറാന്ന് വെച്ചാണ്. നോക്കി എന്തോരം വേസ്റ്റെന്ന് നോക്കി. അയ്യോ, ഈ സെക്ഷനിൽ ബാങ്കർ ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പോഴാണ് അറിയുന്നത്. ഈ നമ്മളിപ്പോൾ ഈ ധാരാക്കോവൻ എന്ന സ്റ്റേഷനിൽ നിന്ന് മരംജിരി എന്നൊരു, ഞാൻ ഈ പറയുന്നതിനൊക്കെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സ്ഥലം വരെ ഈ ഒരു സെക്ഷനിൽ ബാങ്കർ ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാങ്കർ ലോക്കായിട്ട് WG9 ആണ്. ഒരു ഗാർഡ് സെക്ഷനാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഈ വണ്ടിയുടെ പുറകിൽ ഒരു ലോക്ക് വെച്ചാണ് പോകുന്നത്. ഇതൊരു ഗാർഡ് സെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫുള്ള് വളവും തിരിവാണ്. നമ്മളിങ്ങനെ ഒരു മല ഇങ്ങനെ ഇറങ്ങുവാന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ഈ ഒരു ടണലുണ്ട്, ടണല്
കൊള്ളാം കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഒരു വയഡക്റ്റ് നമ്മൾ കയറി കണ്ടിപ്പോൾ വീണ്ടും ഒരു ടണലിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത് കാണാൻ. എൻ്റെ ദൈവമേ 4 ലോക്കോ അത് ഈ ഒരു ഫ്ലൈറ്റിന് കൊണ്ടോ. ഇതാ ഗാർഡ് സിസ്റ്റം കയറാൻ വേണ്ടി പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ്. ആ ഗുഡ്സ് ട്രെയിന് 4 ജീണായിരുന്നു നോക്കിയാൽ 4 ഓണായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി കാണുന്നത് കേട്ടോ. 4 ലോക്കോ വെച്ചിട്ട് പോകുന്നൊരു ഗുഡ്സ് ട്രെയിൻ, അടിപൊളി. അപ്പം ഇതെന്താ സംഭവം എന്നറിയോ? എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് രാത്രിയിലാണ് ഈ വലിയൊരു സെക്ഷനിൽ കൂടെ പോയിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ദരക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് മരംചിരി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ബാങ്കറിൻ്റെ ആവശ്യമുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെറൈനാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതല്ല. അപ്പോൾ ഭയങ്കര വളവും തിരിവും പാലവും ഒക്കെ ഉള്ളൊരു ഭയങ്കര ഹാർഡായിട്ടുള്ള ടെറൈനാണ്. അപ്പോൾ അതിന് ബാങ്കറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പം ബാങ്കർ ഊരാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് ഈ ഒരു സ്റ്റേഷനിൽ. ഈ സ്റ്റേഷന് പേര് മരംചിരി എന്നാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ ബാങ്കർ ഊരും. എന്നിട്ട് നമ്മൾ സാധാരണ രീതി തന്നെ അങ്ങോട്ട് പോകും. അടുത്ത സ്റ്റോപ്പ് ബേത്തുൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഇനി നമ്മുടെ പാഗമതിയുടെ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഈ റൂട്ടിൽ കൂടെ പലതവണ പോയിട്ടുണ്ട്. ഈ റൂട്ടിൽ കുറേ ഗാർഡ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബാങ്കർ വെച്ചുള്ള ഗാർഡ് സെക്ഷനിൽ കൂടെ പോയിട്ടുള്ള രാത്രിയിൽ അന്ന് ചെന്നൈ രാജധാനിക്ക് എന്തോ ആണ് പോയത്. അപ്പോൾ ഇവിടെ ഇതേപോലെ ബാങ്കർ ലോക്കോസ് ആയിട്ട് ഇപ്പോൾ കുറേ G9 കിടപ്പുണ്ടത്. ഇതും G9 ആണ്. അജ്നി ഷെട്ടിൻ്റെ 2 G9 ലോക്കോസ് ആണ്. അപ്പോൾ ഇത് ബാങ്കർ പിടിപ്പിക്കുന്ന ഊരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്റ്റേഷൻ. അപ്പോൾ ഇത് പോയി നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി ഗൈസ്. നമ്മുടെ വണ്ടി ഡൈവേർട്ടായി. ആ ഫ്ലഡിൻ്റെ ഞാൻ പറഞ്ഞില്ല, അത് അവർ ഡൈവേർട്ടാക്കി വണ്ടി ഇപ്പോൾ എങ്ങനെ പോകുന്നത് വെച്ചാൽ നമ്മൾ വല്ലർശയെ നേരെ തിരിഞ്ഞ് കാസിപ്പേട്ട് സെക്കന്ദരാബാദ് ഗുണ്ടക്കൽ ധർമാവരം വഴിയാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ നമ്മൾ വിജയവാഡ നടത്തില്ല, പെരമ്പൂർ, ചോളാർപേട്ട, ആരക്കോണം ഈ റൂട്ടൊന്നും പോകത്തില്ല. നമ്മൾ നേരെ ബല്ലർശ്ശേന്ന് കാസിപ്പേട്ട് സെക്കന്ദരാബാദ് ഹൈദരാബാദ് വഴിയാണ് നമ്മൾ നേരെ ബാംഗ്ലൂർ പോകുന്നത്. അപ്പം സൗത്ത് സെൻട്രൽ റെയിൽവേ നമ്മളെ മിക്കവാറും തേച്ചൊട്ടിക്കുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. ആ റൂട്ടിൽ അത്യാവശ്യം തിരക്കുള്ള റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിലോടുന്ന വണ്ടികൾക്ക് പ്രയോറിറ്റി എടുത്ത് നമ്മളെ അവിടെ ഇവിടെയൊക്കെ സൈഡാക്കിയിട്ട് നല്ലൊരു സമയമാവും മിക്കവാറും ബാംഗ്ലൂർ എത്താൻ. നാളെ വൈകിട്ട് എത്തേണ്ടതാണ്. മിക്കവാറും രാത്രിയാവും. അറിയില്ല എങ്ങനെ അവർ വിടുന്നതൊന്നും നമുക്കറിയില്ലല്ലോ, നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ബേത്തുൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ബേത്തുൽ നിന്നാണോ ബൈത്തുൽ നിന്നാണോ ഇരിക്കുന്ന? ബേത്തുലിനായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റേഷൻ. നമ്മുടെ ഒറിജിനൽ റൂട്ടിൽ നമ്മളിനി രാമകുണ്ടം വരെ പോകും. എന്നിട്ട് വാറങ്കൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ കാസിപ്പേട്ട് ജംഗ്ഷനിൽ കയറി അവിടെ നിന്ന് ഹൈദരാബാദ് റൂട്ടിൽ പോയി സെക്കന്ദരാബാദ് പോയി അവിടെ നിന്ന് നമ്മൾ നേരെ ഗുണ്ടക്കൽ ധർമാവരം റൂട്ട് വഴിയാണ് നമ്മൾ നേരെ ഇവിടെ പോകുന്നത്. ഗുണ്ടക്കൽ ധർമാവരം റൂട്ട് എനിക്ക് നമ്മളിന്ന് കർണാടക എക്സ്പ്രസ്സിന് പോയ ആ റൂട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത്. ഏത് കാലത്ത് എത്തുമോ എന്തോ. നമ്മുടെ വണ്ടി ഡൈവേർട്ടായപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ കാസിപ്പേട്ട് നിന്ന് സെക്കന്ദരാബാദ് പോകാൻ വേണ്ടി 2 മണിക്കൂർ, സെക്കന്ദരാബാദിൽ നിന്ന് ഗുണ്ടക്കിൽ വേണ്ടി 7 മണിക്കൂർ. നമ്മൾ അത്യാവശ്യം പ്രയോറിറ്റി കിട്ടി നമുക്ക് പോകാൻ പറ്റിയാൽ നമ്മൾ ബാംഗ്ലൂർ ബിഫോർ ടൈം എത്തും മിക്കവാറും. കാരണം നമ്മളീ പോകുന്ന ഡൈവേർട്ടാക്കി വിട്ടത് കുറച്ച് ഷോർട്ടസ്റ്റ് വഴിയാണ്. നമ്മൾ പോകുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഷോർട്ടസ്റ്റ് വഴിയാണ്, കിലോമീറ്റർ കുറവാണ്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ ഇതിൻ്റെ ഒറിജിനൽ റൂട്ട് ചെന്നൈ പോയിട്ട് അങ്ങനെ ആരക്കോണം വഴിയായിരുന്നല്ലോ. ഇങ്ങനെ കറങ്ങി വരുന്ന നമ്മളിപ്പോൾ ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ അത് സൗത്ത് സെൻട്രൽ റെയിൽവേ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഡിലേ ആവുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വേണമെങ്കിൽ കരുതാം. കാരണം വണ്ടി ഡൈവേർട്ടായി പോകുമ്പോൾ നമുക്ക് ഒട്ടും ഒരു വില തരത്തില്ല. ഈ വണ്ടി ഡൈവേർട്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ഇതേപോലെ റണ്ണിങ് സ്റ്റാറ്റസ് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് വല്ല നോക്കി നിൽക്കേണ്ടി വരും.
ഏത് വഴിയാണ് പോകുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല. NTS ആപ്പിലായപ്പോൾ ചുമ്മാ നോക്കിയപ്പോഴാണ് കറണ്ട് സ്റ്റാറ്റസ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് വണ്ടി ഡൈവേർട്ടഡ് ആണെന്ന്. പിന്നെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഫേസ്ബുക്ക് പേജിലും വന്നു. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇതിനകത്തുള്ള ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് ഇടയ്ക്ക് ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടുപോകും. കാരണം എൻ്റെ വേറെ റൂട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. പിന്നെ IRCTC ഫുഡ് ഓൺ ട്രാക്കിൽ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് 2 കാര്യം. അപ്പോൾ നാളെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി, എന്ത് ചെയ്യുമെന്നറിയില്ല. നമ്മൾ വീണ്ടും ഏതോ ഒരു ഗാർഡ് സെക്ഷനിൽ കൂടെ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് വനമേഖലയാണ്. വളഞ്ഞും തിരിഞ്ഞുള്ള ട്രാക്കുകളും സംഭവങ്ങളും ഒക്കെയാണ്. ഗാർഡ് സെക്ഷനിൽ വരുമ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. നേരത്തെ ആ ഒരു ഗാർഡ് സെക്ഷനിൽ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു. ഇവിടെ വന്നപ്പോഴും ചെറിയൊരു മഴയുണ്ട്. നമ്മൾ 5:15 നാഗ്പൂരിലെത്താനാണ്. ഇപ്പം 5:30 ഇതുവരെയായിട്ട് നാഗ്പൂർ എത്തിയിട്ടില്ല. നാഗ്പൂർ എത്താൻ വേണ്ടി ഇനി ഒരു 2 സ്റ്റേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ലേറ്റാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ സംഘമിത്ര എക്സ്പ്രസ് ഉണ്ട്, പിന്നെ വേറൊരു വണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ 2 വണ്ടി മുന്നിൽ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നാഗ്പൂർ കഴിഞ്ഞിട്ട് ചന്ദ്രാപൂർ എന്ന സ്ഥലം എത്തും. ചന്ദ്രാപൂർ കഴിഞ്ഞിട്ട് ബല്ലർഷ എത്തും. അപ്പോൾ ഈ ചന്ദ്രാപൂരിൽ നിന്നും ബല്ലർഷയ്ക്ക് അടുത്ത് ആകെ 14 കിലോമീറ്റർ ഗ്യാപ്പ് ഉള്ളത്. ചന്ദ്രാപൂരിൽ നിന്ന് ഡിപ്പാച്ചർ 7:45, ബല്ലർഷ 9:10 ടൈം. ഒന്നിക്ക് 1 മണിക്കൂർ 25 മിനിറ്റാണ് ആ 14 കിലോമീറ്റർ കൊടുത്തിരിക്കുന്നത്. ബഫർ ടൈമാണ്, എക്സ്ട്രാ ടൈമാണ്. കാരണം ഇവിടെ നിന്ന് ലേറ്റായി പോകുന്ന ബല്ലർഷ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഓൺ ടൈം ആവും. അതിനുവേണ്ടി അങ്ങനെ കൊടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ ഈ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. സ്റ്റേഷനെത്തറയപ്പോൾ പിടിച്ചിട്ട് ഡയമണ്ട് ക്രോസിങ് കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഇവിടെ വന്ന് നിൽക്കുക. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ അത് ശ്രദ്ധിക്കാനും വിട്ടുപോയി. നമ്മുടെ ഈ ഭാഗമതി എക്സ്പ്രസിൻ്റെ ലോക്കോ ഉണ്ടല്ലോ, ഈ ലോക്കോ ഞാൻ പിടിപ്പിക്കാൻ ഇവിടെ കണ്ട പോലെ. ഈ ലോക്കോ തന്നെയാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ദർഭംഗയ്ക്ക് പോയ ബീഹാർ സമ്പർക്ക് ക്രാന്തിയുടെ ആ ലോക്കോ, സെയിം 37092 ആ ലോക്കോ തന്നെയാണ് ഈ ഭാഗമതിക്കും കൊടുത്തത്. ഡൽഹിയിൽ നിന്ന് കയറി ബീഹാർ സമ്പർക്ക് ക്രാന്തിയുടെ ആ സെയിം ലോക്കോ തന്നെ ഇവരിപ്പം മൈസൂർ വരെ ഓടിക്കും ഈ ഭാഗമതിയുടെ കൂടെ. ഞാൻ ചുമ്മാ ക്യാമറയിൽ നോക്കിയപ്പോഴേ ഈ സെയിം നമ്പറാണല്ലോ, ഇപ്പോഴാണ് മനസ്സിലായത് ആ സെയിം ലോക്കോ ആയിരുന്നു. നമുക്ക് ഡയമണ്ട് ക്രോസിങ് ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. കാരണം ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈന് പിന്നെ അപ്പുറത്തൂടെ വേറെ ലൈൻ വന്നുകൊണ്ട് അവിടെ ആയിട്ട് വന്ന് കൂടിച്ചേരും. അവിടെയാണ് ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. നമുക്കത് ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെയാണ് നമ്മുടെ വണ്ടി പോയതെങ്കിൽ കാണാൻ പറ്റിയേനെ. ഇതിപ്പോൾ കാണാൻ പറ്റത്തില്ല. ഞാൻ ചൂടുന്ന ആ ഭാഗത്തായിട്ടാണ് ശരിക്കും നാഗ്പൂർ ഡയമണ്ട് ക്രോസിംഗ് വരുന്നത്. ഞാൻ അവിടെ ആ ഡയമണ്ട് ക്രോസിങ്ങിൻ്റെ ട്രാക്കായിട്ട് നടുക്ക് നിന്നിട്ടുണ്ടറിയോ. ഇപ്പം ശരിക്കും കാണാം. അതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 4 ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഈ ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. കണ്ടാ, അടിപൊളിയല്ലേ. ഞാൻ എങ്ങനെയാണ് നടക്കുവായെന്നറിയോ. ഇവിടെ അശ്വിൻ എന്നൊരു ചേട്ടനുണ്ട്, നമുക്ക് അറിയാവുന്നൊരു പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ അച്ഛൻ ഇവിടുത്തെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അങ്ങനെ എന്തെയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുപോയത് അവിടെ പുള്ളി നാഗ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇന്ത്യ ഓൺ റെയിൽസ് വന്നപ്പോൾ ഞാനും സൂറ്റായിട്ടും കൂടെ അതിൻ്റെ ട്രാക്കിന് നടത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കാം. നാഗ്പൂർ ജംഗ്ഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നാഗ്പൂർ ജംഗ്ഷൻ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഈ നാഗ്പൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ എത്തുന്നത് ഏകദേശം 35 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ലേറ്റാണ്, പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ബല്ലർഷ എത്തുമ്പോൾ അതൊക്കെ കവറാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ നാഗ്പൂർ സ്റ്റേഷനിൽ നടുക്കൂടെ ഇതേപോലെ ഒരു അടിപൊളി ഒരു പാലം പോകുന്നുണ്ട്. ആ പാലമാണ് ശരിക്കും ഈ ഒരു സ്റ്റേഷൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഗോയൽ TMT പരസ്യം ഒട്ടിച്ചൊരു ഗാസിയാബാദ് ഷെഡിൻ്റെ ഒരു WP7 ലോക്കോ ഇവിടെ കിടക്കുന്നുണ്ടോ. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് നാഗ്പൂരിൽ നിന്ന് പൂനെക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. ഇതിപ്പോൾ 6 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിനാണിത്, നാഗ്പൂർ പൂനെ എക്സ്പ്രസ്.
ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് ആട്ടോ ഇത്. ന്യൂഡൽഹിയിൽ നിന്ന് വിശാഖപട്ടണം വരെ പോകുന്ന ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് ഇവിടെ വന്ന് കയറി, ഭാഗമതി ഇവിടെ വന്ന് കയറി. ഇതിപ്പോൾ ആരാദ്യം പോകുമെന്ന് അറിയത്തില്ല. മിക്കവാറും ഈ വണ്ടി പോകുന്നെങ്കിൽ നല്ല സംശയമുണ്ട്. ഇതിൻ്റെ സ്ലീപ്പറൊക്കെ കാര്യമാണല്ലോ, ഇങ്ങനൊന്നും അല്ലല്ലോ ഇവിടുത്തെ വണ്ടികളൊക്കെ. ഇത് കണക്ക് വലിയ ആളൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 20 മിനിറ്റായി വണ്ടി അനങ്ങിയിട്ടില്ല. ഉണ്ട് ഇനി ഡൈവേർട്ട് ആക്കിയതുകൊണ്ട് അവരിനി അനുസരിച്ചായിരിക്കും മിക്കവാറും കൊണ്ടുപോകുന്നത്. ആർക്കറിയാം എന്താണ്. നമ്മുടെ ഈ വണ്ടിക്ക് എന്താണ് ഭാഗമതി എന്ന് പേര് വീഴാൻ കാര്യം എന്താണെന്നറിയോ? ഈ ഭാഗമതി എന്ന് ശരിക്കും ഒരു നദിയാണ്. അപ്പോൾ അത് നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ദർഭംഗ വഴി ഒഴുകുന്ന ഒരു നദിയാണ്. അങ്ങനെയാണ് ദർഭംഗന് പുറപ്പെടുന്ന ഈ ഒരു വണ്ടിക്ക് അവർ ഭാഗമതി എക്സ്പ്രസ് എന്ന് പേര് കൊടുത്തത്. നമ്മളൊരു അരമണിക്കൂർ ഇവിടെ കിടന്നിട്ട് 6:15 ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ, നാഗ്പൂരിൽ നിന്ന്. നമ്മൾ ഇത്ര നേരം വന്നത് വെസ്റ്റ് സെൻട്രലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ സോണ് നാഗ്പൂർ സ്റ്റേഷനുള്ള സോണ് സെൻട്രൽ റെയിൽവേ ആണ്. നാഗ്പൂർ സ്റ്റേഷനിൽ ഒരു മനോഹരമായൊരു ബിൽഡിംഗ് ഉണ്ട്, പഴയ ബിൽഡിംഗ് ആണ്. എനിക്ക് കൊള്ളാം. ഇവിടുത്തെ ഫുഡ് ഓവർ ബ്രിഡ്ജൊക്കെ പഴയതാണ് കേട്ടോ, പഴയ സ്റ്റൈല് കോൺക്രീറ്റ് വെച്ചൊക്കെ പണിത്. അതൊരെണ്ണമുണ്ട്, അല്ലാതെ ഉണ്ട് കേട്ടോ, മറ്റേതും ഉണ്ട്, രണ്ടും ഉണ്ട്. നമ്മുടെ കോട്ടയം സ്റ്റേഷനിലല്ല, അതേപോലത്തെ തന്നെ. നമ്മൾ രാത്രി ഡിന്നർ വാങ്ങിച്ച ട്രെയിനിൽ നിന്നാണ്. സാധാരണ താലി, ചോറും ഡാൽ കറിയും പനീർ കറിയും പിന്നെ ഇത് തണുത്ത ചപ്പാത്തി കേട്ടോ. വേറെ നിവർത്തില്ലാത്ത ട്രെയിനിൽ നിന്ന് വാങ്ങിയതാണ്, പുറത്തൊന്നും കിട്ടൂല. ഞാൻ പറഞ്ഞില്ല വണ്ടി ഡൈവേർട്ടഡ് ആണ്. ഇനി ഞാൻ ചന്ദ്രാപൂരിൽ നിന്നൊന്നും ഓർഡർ ചെയ്തൊന്നും ചെയ്യുന്നില്ല. ഇനി ചന്ദ്രാപൂർ എത്താൻ വൈകി. ഇപ്പം വണ്ടി ഇപ്പോൾ ഒരു മണിക്കൂറോളം ലേറ്റാണ്. ചപ്പാത്തിയാണ് കാക്കാശിനുള്ളിൽ കല്ല് പോലിരിക്കുന്നത്, തണുത്തിട്ടേ ചോറ് കഴിക്കാനാണ് നല്ലത്. നമ്മൾ 1.25 മണിക്കൂർ ഡിലേ ആയിട്ട് ഇവിടെ ചന്ദ്രാപൂർ എന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ചന്ദ്രാപൂർ ബല്ലർഷയൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ബല്ലർഷയാണ്. അവിടെ നിന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലെ ഒരു മെയിൻ ഒരു സ്ഥലമാണ് ചന്ദ്രാപൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ജംഗ്ഷനാണ് ഈ ബല്ലർഷ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ബല്ലർഷയാണ് അടുത്ത മെയിൻ സ്റ്റോപ്പ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ 2 സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. തൊട്ടടുത്തുള്ള 2 സ്റ്റേഷനിലും ഇവിടെ ഭാഗമതിക്ക് സ്റ്റോപ്പുണ്ട്. ഒന്നേകാൽ മണിക്കൂറുണ്ടായിരുന്ന ഡിലേ ഇപ്പം വെറും 5 മിനിറ്റായി മാറി. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ബഫർ ടൈമിൻ്റെ കാര്യം. ഇവിടെ എക്സ്ട്രാ ടൈം കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.25 മണിക്കൂറുള്ള ഡിലേ 5 മിനിറ്റായി കുറഞ്ഞു. ഇപ്പോൾ 9:15 ആയപ്പോൾ നമ്മളിവിടെ എത്തി. 9:15 ആയപ്പോൾ നമ്മളാണ്ട് ബൽഹർഷ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബല്ലർഷ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് കണ്ടോ? ഇതിൻ്റെ മുകളിലൊരു കടുവയുടെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. അത് ഫെയ്ഡ് ആയിപ്പോയി. ഇവിടെ തഡോബ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു കടുവ സങ്കേതം പോലെ സംഭവമുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് കിടക്കുന്ന സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ ബല്ലർഷ സ്റ്റേഷൻ നെയിം ബോർഡിന് ഇതേപോലെ ഇത് കടുവയുടെ ഒരു പടം കൊടുത്തിരിക്കുക. പക്ഷേ ആ കടുവയുടെ പടം ഫെയ്ഡ് ആയിപ്പോയി. കാസിപ്പേട്ടെന്ന് ബാംഗ്ലൂർക്ക് ഡൈവേർട്ടഡ് ആണെന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് ചെയ്യുക ഇവിടുത്തെ ആള് കേട്ടോ. ഈ വണ്ടി ഭാഗമതി ഡൈവേർട്ടഡ് ആണെന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യുക. ഇനി നമ്മുടെ വണ്ടി രാമകുണ്ടം എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡൈവേർട്ടഡ് റൂട്ടാണ്. പിന്നെ ഈ വണ്ടിക്ക് ഡൈവേർട്ടഡ് റൂട്ടിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരൊക്കെ എന്തെന്ന് എനിക്കറിയാം. അതിനിടയ്ക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ അവർ എവിടെ ഇറങ്ങും? കാരണം ഇത് എൻ്റെയറിൽ വേറെ റൂട്ടാണ്, മനസ്സിലായത്. അപ്പം ഇവരെവിടെ ഇറങ്ങി എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ആർക്കറിയാം എന്താ എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം. നമ്മളതിന് ഒരു 1-2 മണിക്കൂറിൽ രാമകുണ്ടം എത്തും. അവിടെ നിന്ന് കാസിപ്പേട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ സെക്കന്ദരാബാദൊക്കെ രാത്രി ആവത്താൻ. ഇനി അവർ പിടിച്ചിട്ട് രാവിലെ നമ്മൾ സെക്കന്ദരാബാദ് എത്തുമല്ലോ എന്ന് നമുക്കറിയത്തില്ല. സെക്കന്ദരാബാദ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മറ്റേ ഗുണ്ടക്കൽ റൂട്ടിൽ കൂടെ കയറി അങ്ങോട്ട് പോകും. ഇവിടെ ക്രൂ ചേഞ്ച് ഉള്ള സ്റ്റേഷനാണ്. ലോക്കോ പൈലറ്റുമാർ മാറി, പിന്നെ ഗാർഡും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവർ മിക്കവാറും ഇനി എവിടം വരെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇനി നമ്മുടെ വണ്ടി എങ്ങനെയാണോ പോകുന്നത് ആർക്കറിയാം. രാമകുണ്ടം വരെ ഈ ഒരു വണ്ടിയുടെ ഷെഡ്യൂളാണ്. ഇനി അവിടെ നിന്നൊക്കെ എങ്ങനെ പോകുന്നത് നമുക്ക് ഒന്നും അറിയത്തില്ല.
നമുക്കിനി കാണുന്നിടത്ത് വെച്ച് കാണാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉറങ്ങട്ടെ. രാവിലെ ഇനി എവിടെ എത്തുമെന്നൊന്നും നമുക്കറിയില്ല. ആന്ധ്രയിലെ വിട്ടില്ല, തെലങ്കാനയിൽ എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കാം എവിടെ എത്തുമെന്ന്. ഡൈവേർട്ടഡ് റൂട്ടാണ്, സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. രാവിലെ കാണാം. ഹായ് ഗൈസ്, നമ്മൾ രാവിലെ എണീറ്റപ്പോഴേക്കും തെലങ്കാനയിൽ എവിടെയാണ്. നമ്മൾ 3:20 ഇവിടെ സെക്കന്ദരാബാദത്തിൽ പുറപ്പെട്ടു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം നമ്മൾ ഏതോ ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വലിയ തേപ്പിനെന്ന് തോന്നുന്നു. നമുക്ക് ടൈമോ സ്റ്റാറ്റസോ ഒന്നും അറിയാനുള്ള ഒരു വഴിയുമില്ല. അതാണ് ഈ ഒരു റൂട്ട് ഡൈവേർട്ട് ആക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഈ വഴി ദൂരം കുറവാണ്, പക്ഷേ ഇത് നമ്മളെ എപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല. കാരണം റൂട്ട് ഡൈവേർട്ടഡ് ആണ് നമ്മുടെ. അപ്പോൾ ഈ റൂട്ടിൽ ഓടുന്ന വണ്ടികൾക്ക് ഇവർ പ്രയോറിറ്റി കൊടുത്ത് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ പുറകേലും വണ്ടി വന്നാൽ അത് കയറ്റി വിടും, നമ്മളെ ഇവിടെ സൈഡാക്കും. അത് ഏത് വണ്ടിയാണെന്നൊന്നും ഒരു നോട്ടമൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടി റൂട്ട് ഡൈവേർട്ട് ആക്കി വിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സൗത്ത് സെൻട്രൽ റെയിൽവേയിലെ കൺട്രോളർമാരുടെ കയ്യിലാണ് ഇതെല്ലാം. എല്ലാവരും ഇപ്പം എന്ത് പറയാനില്ല. ഇതേപോലെ ഗുഡ്സൊക്കെ സൈഡാക്കിയിട്ട് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ കൊണ്ട് ഇവിടെ കൊണ്ട് ചവിട്ടിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. മിക്കവാറും ഇങ്ങനെ ഉരുണ്ടുരുണ്ടായിരിക്കും പോകുന്നത് ബാംഗ്ലൂർ വരെ ഉറപ്പാണ്. നവൻഗി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട് പിടിച്ചിട്ടത് റെഡാണ്. ഇനി വല്ല ഓവർടേക്കോ എന്തോ വല്ല ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഞാൻ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇടണം. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ പറ്റില്ല, കാരണം വേസ്റ്റ് മെട്രിയൊന്നും വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു സ്റ്റേഷൻ തെലങ്കാന ബോർഡറാണേ. ഇനി കുറച്ച് കഴിയുമ്പോൾ കർണാടക എത്തും. നമ്മളന്ന് ബീഡർ പോയില്ലേ മറ്റേ നാന്ദേഡ് എക്സ്പ്രസ്സിന്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനം ഇങ്ങനെ, അപ്പോൾ നമ്മളിങ്ങനെ കർണാടക, തെലങ്കാന, ആന്ധ്ര ഇങ്ങനെ സംസ്ഥാനം കയറി ഇറങ്ങിയല്ലേ പോയി. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ആ ഒരു റൂട്ട് തന്നെ, സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പല സംസ്ഥാനം കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇതിങ്ങനെ പിടിച്ചിട്ടായിരിക്കും ഇനി പോകുന്നത് കേട്ടോ. ഞാനും പറഞ്ഞില്ല, ഡൈവേർട്ടഡ് വഴിയായതുകൊണ്ട് ഇവരിങ്ങനെ പയ്യെ പോകുന്നത്. അതുമല്ല റൂട്ട് ഷോർട്ടസ്റ്റ് റൂട്ടാണ്. വൈകിട്ട് 5 മണി സമയത്ത് ബാംഗ്ലൂർ എത്തിയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് എത്തുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടലിൽ കണ്ടത്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നോക്കാം ഇനി എന്താ അവർ ചെയ്യുന്നതെന്ന്. നമ്മളിപ്പോൾ തെലങ്കാനയിൽ നിന്ന് കർണാടകത്തേക്ക് കയറി കേട്ടോ. ഇനി പിന്നെയും തെലങ്കാനയിൽ കയറും. അങ്ങനെ മാറി മാറി കയറിയാണ് ഈ റൂട്ട് പോകുന്നത്. ഈ ഒരു ഗുണ്ടക്കലിന് ഈ വാടി, സുലേഹള്ളി, സെക്കന്ദരാബാദ് ഈ റൂട്ടാണത്. അപ്പോൾ നമ്മൾ സെക്കന്ദരാബാദിൽ നിന്ന് വിട്ടത് വെളുപ്പിന് 3:20 അപ്പോൾ നമ്മളിപ്പോൾ ആ തെലങ്കാനയായിട്ട് കർണാടകത്തിൽ എവിടെയാണ്. ഇനി അടുത്ത മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുണ്ടക്കലാണ്. പിന്നെ വാടി ജംഗ്ഷൻ ഉണ്ട്, പക്ഷേ വാടി ജംഗ്ഷൻ നമ്മൾ കയറത്തില്ല, നമ്മളത് കയറാതാണ് പോകുന്നത്. മുന്നിൽ ഏതോ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഈ ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ചവിട്ടുന്നതും. ചവിട്ടാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു സാമാനം കിടക്കുന്നുണ്ടോ, ഇതെല്ലാ സ്റ്റേഷനിലും ഇപ്പം ഓരോന്ന് വീതം ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞത് ഒതുക്കിയിട്ടേക്ക് നല്ല, കാരണം നമ്മൾ വേഗം പോകും. ഇതെങ്ങാനും മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ഇതിലും പയ്യായിരിക്കും പോകുന്നത്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്നപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു കാട്ടുമുക്കിന് ഒരു ലോക്കോ കിടക്കും. ഇത് ഒരു കാട്ടിൽ WDG4 കിടക്കുന്നത്, ജാൻസി ഷെട്ടിന്റെ. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്ന് ഷോ? അതേതോ മറ്റേ മെറ്റല് കൊണ്ടുപോകുന്ന സാധനം ഉണ്ടല്ലോ, ബോബിൻ ഫ്രൈറ്റ്, അതിന്റെ കൂടെ കിടക്കുകയാണോ എനിക്ക്. ഇവിടെ നിന്ന് നമ്മള് സിഗ്നൽ കെട്ടി പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റേഷനിലും മിക്കവാറും കൊണ്ട് ചവിട്ടും ഇങ്ങനെ പോയാൽ.
നമ്മളെവിടെ ചിറ്റാപ്പൂർ എന്നൊരു സ്ഥലത്തെത്തി. അതായത് വാടി എത്തുന്നതിന് മുമ്പായിട്ട് ഉള്ള സ്റ്റേഷനാണ്. അപ്പോൾ എൻ്റെ ഗാർഡൊക്കെ നടന്നു പോകുന്നു. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി റൂട്ട് ഡൈവേർട്ടഡ് അല്ലേ, അപ്പം ഈ വാടി സ്റ്റേഷനിൽ വെച്ചാണ് ക്രൂ ചേഞ്ച് ഉള്ളത്. അപ്പോൾ ഈ വാടി സ്റ്റേഷൻ നമ്മൾ കയറാത്ത അതിന് മുമ്പത്തെ സ്റ്റേഷനിലെ ക്രൂ വന്നിട്ട് കയറുകയാണ്. നമ്മുടെ ഗാർഡ് ചേട്ടൻ അഥവാ ട്രെയിൻ മാനേജർ ചേട്ടൻ വേണ്ട പുറകിൽ പോയി കയറാൻ പോയിട്ടുണ്ട്. അപ്പം ലോക്കോ പൈലറ്റുമാർ ഇവിടെ നിന്ന് മാറും. നമ്മളിപ്പോൾ വാടി എന്ന സ്ഥലം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാടി ജംഗ്ഷൻ കയറത്തില്ല. വാടി ജംഗ്ഷൻ കയറി നമ്മൾ കാലാപുറ ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ജയന്തി ജനതയൊക്കെ വരുന്ന റൂട്ടില്ലേ. അപ്പോൾ നമ്മൾ വാടി ജംഗ്ഷൻ കയറാതെ ബൈപ്പാസ് ചെയ്തിപ്പോൾ പോകും. വെൽക്കം ടു സെൻട്രൽ റെയിൽവേ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നത് ശരിക്കും സെൻട്രൽ റെയിൽവേയിലാണ്, സോലാപ്പൂർ ഡിവിഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ട വെൽക്കം ടു സൗത്ത് സെൻട്രൽ റെയിൽവേ അങ്ങോട്ടായിരുന്നു. അപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയും സെൻട്രൽ റെയിൽവേയുടെ ഒരു ചെറിയൊരു ബോർഡറാണ് ഈ ഒരു ഭാഗം. ആ റൈറ്റിലേക്ക് കാണുന്ന ലൈനാണ് വാടി ജംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് ഈ ഗുണ്ടക്കൽ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം റൈറ്റ് എടുത്താൽ ആ ഒരു കാലാപുറാക്കി റൂട്ടിൽ പോവാം. നമ്മൾ ഒന്നും പോകുന്നില്ല, നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവർ വന്നത്. ബ്രെഡ് ഓംലെറ്റ് ഇന്നലത്തെ പോലെ സെയിം കിട്ടി. ഉച്ചയ്ക്ക് എന്ത് കിട്ടുന്നൊന്നും അറിയത്തില്ല, നോക്കാം. അടുത്ത മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് റായ്ചൂറാണ്. റായ്ചൂർ മന്ത്രാലയം റോഡ് നമ്മളന്ന് പോയില്ലേ, നാദേർ എക്സ്പ്രസിന് ആ ഒരു റൂട്ടാണ്. അപ്പോൾ റായ്ചൂറാണെങ്കിൽ നെക്സ്റ്റ് മെയിൻ സ്റ്റേഷൻ. നമ്മളിപ്പോൾ കൃഷ്ണ ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു WH12 വെച്ചൊരു ബോക്സും കിടക്കുന്നത്. ഇവിടെ 2-3 ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ കൃഷ്ണ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കൃഷ്ണ നദിയുണ്ട്. കൃഷ്ണ നദി ഇപ്പോൾ ഭയങ്കര വെള്ളമാണെന്നൊക്കെയാണ് കേട്ടത്. കൃഷ്ണ നദി കാരണമാണ് വിജയവാഡയിൽ ഫ്ലഡ് ഉണ്ടായത്. അപ്പോൾ കൃഷ്ണ നദി കടന്ന് നമ്മൾ നേരെ ചെല്ലുന്ന വീണ്ടും കർണാടകത്തിലേക്കാണ്. അത് കഴിഞ്ഞാണ് റായ്ചൂർ എത്തുന്നത്. അപ്പോൾ ഇതാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു നദിയിൽ വെള്ളം ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ടാണ്, മഴ കാരണം വെള്ളം കൂടിയതുകൊണ്ടാണ് വിജയവാഡയിലൊക്കെ ഫ്ലഡായത്. അപ്പോൾ ആ കൃഷ്ണ നദി ഈ ഒരു ഭാഗത്തോട്ടാണ് ഒഴുകുന്നത്. നദിക്ക് നല്ല വീതിയുണ്ട്. അപ്പോൾ വീതി ഉള്ളതുകൊണ്ട് ആ വെള്ളം അത്ര ഉണ്ടെന്ന് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ നല്ല ജലനിരപ്പുണ്ട് ഈ ഒരു നദിയിലിപ്പോൾ. അപ്പോൾ നമ്മൾ റായ്ചൂർ എത്തിയേ. വണ്ടി നല്ല ഇപ്പോൾ തേപ്പാണ് കേട്ടോ. റായ്ചൂർ എത്താറായപ്പോൾ കുറേ ഇടത്തൊക്കെ പിടിച്ചിട്ടു. ഇപ്പോൾ പരിപാടി തുടങ്ങി, പിടിച്ചിടൽ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഈ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് പിടിച്ചിട്ട് വെറുതെ. ഇതിപ്പം ഇവിടെ ഇനി എന്താണോ എന്തോ. റായ്ചൂർ ജംഗ്ഷൻ ഇത് കർണാടകത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകമാണ്. അപ്പോൾ ഇങ്ങനെ കർണാടക, ആന്ധ്ര, തെലങ്കാന അങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെയാണ് ഈ പോകുന്നത്. നമ്മളിപ്പോൾ റായ്ചൂർന്ന് വിട്ടേ. അപ്പോൾ എൻ്റെ കോച്ചിൽ ആർക്കാണ്ട് ഒരു ചെറിയൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നിർത്തിയിട്ട് അറിയത്തില്ല. അവർ ഇറങ്ങിപ്പോയപ്പോഴേക്കും വണ്ടി വിട്ട് ഡോക്ടർ വന്നു റായ്ചൂർന്ന്. ഒരു ലേഡിക്ക് എന്തോ ഒരു പ്രശ്നമായിട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണെന്ന് തോന്നുന്നു നിർത്തിയിട്ടത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണ്. മഴയുള്ളത് വിജയവാഡ ഭാഗത്താണ്. ഈ ഭാഗത്ത് മഴയൊന്നുമില്ല. നമ്മളിപ്പോൾ തുംഗഭദ്ര നദി കടന്ന് കർണാടകത്തിൽ നിന്ന് വീണ്ടും ആന്ധ്രാപ്രദേശിൽ കയറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 3 സംസ്ഥാനം കയറി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു തുംഗഭദ്ര നദി കടന്ന് നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് ഇപ്പോൾ പ്രവേശിക്കും. ഈ തുംഗഭദ്ര നദി കഴിയുമ്പോൾ ഉടനെ തന്നെയാണ് മറ്റേ മന്ത്രാലയം റോഡ് സ്റ്റേഷൻ. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു സ്റ്റേഷൻ കൂടെയാണ് ഈ മന്ത്രാലയം റോഡ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുക.
മന്ത്രാലയം റോഡ് സ്റ്റേഷനിൽ കൊണ്ട് നമ്മുടെ വണ്ടി ചവിട്ടി ഭാഗമതി എക്സ്പ്രസ് ചവിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഭാഗമതി എക്സ്പ്രസ്സിൽ കൂട്ടത്തിൽ ഏറ്റവും മോശം AC കോച്ച് ഞാനുള്ള കോച്ചാട്ടോ. പുറത്തൂടെയും കൊള്ളൂല, അകത്തൂടെയും കൊള്ളൂല. രണ്ട് ആസ്പെക്റ്റ് നോക്കിയാലും കച്ചറ എന്ന് വെച്ചാൽ കച്ചറ. ഒട്ടും മെയിൻറ്റെയിൻ അല്ല കേട്ടോ ഈ ഒരു കോച്ച്. നമ്മുടെ ജയന്തിയുടെ അനൗൺസ്മെന്റ് ആണ്. ജയന്തി ഇപ്പൊ ഒരു അപ്പുറത്തെ പ്ലാറ്റ്ഫോമില്. അപ്പൊ ജയന്തി ചില നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇവര് നേരത്തെ എത്തുമെന്ന് കണ്ടിട്ട് ഇങ്ങനെ പലയിടത്തും പിടിച്ച് പോവാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിലെ ദൂരം കുറവ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചിലപ്പോൾ അതായിരിക്കും, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ മന്ത്രാലയം അവിടെ നിന്ന് പുറപ്പെട്ടുടനെ നമുക്ക് ജയന്തി എക്സ്പ്രസ് ഇപ്പോൾ വരുന്നത് കാണാൻ പറ്റും. ബിഫോർ ടൈം അടിച്ച് മന്ത്രാലയനോട് സ്റ്റേഷനിൽ കയറാൻ പോകാം കേട്ടോ. ലാലാഗുഡ WP7 കന്യാകുമാരി പൂനെ ജയന്തി എക്സ്പ്രസ്. ഞാൻ യാത്ര തുടങ്ങാൻ നേരത്തെ 3040 കിലോമീറ്റർ എന്നല്ല പറഞ്ഞേ. 3000 ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഡൈവേർട്ടാക്കി വിട്ടപ്പോൾ കിലോമീറ്റർ കുറഞ്ഞു. 2000 ചിലവാനും കിലോമീറ്റർ ഉള്ളൂ. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ റെയിൽവേ ഒരു വണ്ടി ഡൈവേർട്ട് ആക്കുവാണെങ്കിൽ വണ്ടി വിടുന്നതിന് മുമ്പ് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതും വണ്ടി വിടുന്നതിന് മുമ്പ് പറയായിരുന്നു. കാരണം അപ്പോഴും ആ സീൻ നടക്കുന്നുണ്ട്, അല്ലാണ്ട് വണ്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടായ ആ സീനൊന്നുമല്ല. വണ്ടി വിടുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങേണ്ട ആൾക്കാർക്ക് അവർക്കൊന്നെങ്കിൽ ക്യാൻസൽ ആക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് നോക്കായിരുന്നു. ഇതിപ്പോൾ ഇടയ്ക്ക് ഇറങ്ങേണ്ടവരൊക്കെ എന്ത് ചെയ്യും അല്ലേ? ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. ഇപ്പോൾ 12 മണിയാവാറായി. നമ്മളിപ്പോൾ ഗുണ്ടക്കൽ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമതി എക്സ്പ്രസിന്റെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ ഗുണ്ടക്കൽ എത്തുമ്പോൾ തേർഡ് വീഡിയോ നമ്മൾ ഭാഗമതിക്ക് കയറി മൈസൂർ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എറണാകുളം പോകുന്നതാണ്. അപ്പോൾ വീഡിയോ എൻ്റെ ചെയ്യാൻ പോകുന്നല്ല. ഭയങ്കര കാറ്റാട്ടോ, നമുക്ക് എത്തോ കാറ്റൊന്നും നോക്കി. നമ്മൾ ഗുണ്ടക്കൽ സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുക. ഈ ഗുണ്ടക്കൽ എന്ന സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട്. ഈ 300 കിലോമീറ്ററിന് ഞാൻ നോക്കിയപ്പോൾ പല വണ്ടികൾക്ക് 5-6 മണിക്കൂറൊക്കെയാണ്. നമ്മളൊരു 12:30 സ്റ്റേഷനിൽ നിന്ന് വിട്ടാലും 1, 2, 3, 4, 5, 6 മണി 6:30 എത്താൻ. അപ്പോൾ എന്നാലും 1.5 മണിക്കൂർ ഡിലേ ഉണ്ട് അവിടെ. നമ്മൾ 5 മണിക്ക് KSR ബംഗളൂരു എത്തേണ്ട, അറിയില്ല എപ്പോൾ എത്തുമെന്ന്. 12 മണിക്ക് നമ്മളിവിടെ ഔട്ടറി വന്നു. കറക്റ്റ് 12:30 ആയപ്പോഴേക്കും സിഗ്നൽ വീണു, വണ്ടി കണ്ട് എടുക്കുന്നു. ഗുണ്ടക്കൽ ജംഗ്ഷൻ്റെ ബൈപ്പാസ് ലൈനാണ് കാണുന്നത് കേട്ടോ. ആ ലൈൻ പോകുന്നത് ശരിക്കും ഹൂബ്ലിക്ക് പോകുന്ന ലൈനാണ്. ഇവിടുന്ന് ബെല്ലാരി വഴി ഹൂബ്ലിക്ക് പോകാം. അപ്പോൾ ഈ വാടി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഹൂബ്ലിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റും. നമ്മുടെ ഭാഗമതി മൂളൂസ് സ്റ്റേഷനിൽ കയറണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാന്ന് തോന്നുന്നു. കയറണോ വേണ്ടയോ? എൻ്റെ ലോക്കോ പൈലറ്റ് ചേട്ടാ ശകലം കൂടെ സ്പീഡ് കൂട്ടി വിടാൻ കേട്ടോ. എന്ത് പയ്യ കയറുന്ന നോക്കിയേ. ഗുണ്ടക്കൽ ജംഗ്ഷൻ നമ്മളിങ്ങനെ കയറണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ്. അതാണ് നേരത്തെ പറഞ്ഞില്ലേ. ഇതാണ് ഗുണ്ടക്കൽ ജംഗ്ഷൻ. ഗുണ്ടക്കൽ എങ്ങനെയാണ് ഇതിന് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയത്തില്ല. ഗുണ്ടക്കൽ എന്നാണോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള ട്രെയിൻ മാനേജർ ചേട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെയും ക്രൂ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള ക്രൂ മിക്കവാറും ബാംഗ്ലൂർ വരെ ആയിരിക്കും. ഇവിടെ വന്നപ്പോഴേക്കും ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. ഡബിൾ അണ്ട ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗമതി എക്സ്പ്രസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗുണ്ടക്കൽ നമ്മൾ നേരെ ഇനി എറണാകുളം പോകുന്നതാണ്. 2 വണ്ടിയിലാണ്. ഇവിടെ നിന്ന് മൈസൂർ പോയിട്ട് മൈസൂർ കൊച്ചുവേലിക്ക് നേരെ നമ്മൾ എറണാകുളം പോകും. അപ്പോൾ അതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഭാഗമതി എക്സ്പ്രസ്സിലെ ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഭാഗമതി എക്സ്പ്രസിൻ്റെ ബാക്കി യാത്രയും മൈസൂർ കൊച്ചുള്ള യാത്രയുടെ അടുത്ത ദിവസം വരാം. അപ്പോഴേക്കും ബൈ.